തോലിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടൊന്നും അല്ല വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് KTMൻ്റെ ആറ്റിങ്ങൽ ഷോറൂമിലാണ്. ഇന്നാണ് അവിടെ KTMൻ്റെ അഡ്വഞ്ചർ എക്സ്, പിന്നെ അഡ്വഞ്ചർ എസ്, പിന്നെ KTMൻ്റെ ഡ്യൂക്കിൻ്റെ തന്നെ പുതിയ ക്രൂയിസ് കൺട്രോൾ എന്ന മോഡലില്ലേ, അതിൻ്റെയൊക്കെ റിവ്യൂൽ ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു കോൾ വന്നായിരുന്നു, അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് ഹെഡ് ചെയ്തത്. ഇപ്പോൾ എത്തും, ലൈക്ക് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് എത്തുന്നതാണ്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള KTMൻ്റെ ഡ്യൂക്ക് 250 ആണ് കേട്ടോ. ഇന്നൊരു പക്ഷേ KTMൻ്റെ തന്നെ അഡ്വഞ്ചറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടെ കിട്ടുന്നതായിരിക്കും. ഓ, ഇവിടെ നിന്ന് ഒരു യൂ ടേൺ എടുക്കേണ്ടി വരുമല്ലോ. നമുക്ക് അവിടെ പോയി ഒരു യൂ ടേൺ എടുത്തിട്ട് വരാം. ചേട്ടന് ഗ്യാപ്പ് കൊടുക്കുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് യൂ ടേൺ എടുത്ത് നേരെ KTMൻ്റെ ഷോറൂമിലോട്ട് പോവാം. യെസ്, അങ്ങനെ KTMൻ്റെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നിറച്ച് ബൈക്സ് ആണല്ലോ. ഇവിടോട്ട് വയ്ക്കാം. ഇപ്പോൾ KTM ആറ്റിങ്ങൽ ഓൾറെഡി റിനോവേറ്റ് ചെയ്തായിരുന്നു. സോ ഇപ്പോൾ സർവീസ് താഴെയാണ് ആൻഡ് ഷോറൂം ബൈക്സൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. ഷോറൂം കുറച്ചുകൂടി സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പർ കംപ്ലീറ്റ് സർവീസ് എല്ലാം ഇവിടെ എൻ്റെ അകത്തായിട്ടാണ്. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി ബൈക്കൊക്കെ നോക്കാം. ഓൾറെഡി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാം ബൈക്കൊക്കെ. ഭാഗ്യത്തിന് ലേറ്റ് ആയിട്ടില്ല. ഓക്കെ, 1 2 3 4 4 ബൈക്കുണ്ട് ലോഞ്ചിന്. A few moments later. എൻറ്റയർലി ചേഞ്ച് ചെയ്തു. അപ്പോൾ എഞ്ചിൻ വൈസ് ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും ടയർസിലേക്കാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. നമുക്ക് പഴയ 43 BHP ഉണ്ടായിരുന്നു. A few inches later. എവിടെ അപ്പുറത്ത് പോകാനാ? ഇതെല്ലാം ഡ്യൂ കസ്റ്റമേഴ്സാ. One eternity later. ഇന്നാണ് നമുക്ക് അഡ്വഞ്ചറസിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഇന്നലെ കിട്ടുമായിരുന്നു, പക്ഷേ ഇന്നലെ ഓൾറെഡി നല്ല ഇരിട്ടിയൊക്കെ പോയി. ബിക്കോസ് അത്രയും പേര് ടെസ്റ്റ് ഡ്രൈവിനുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇങ്ങ് വന്നു ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ സീറ്റായിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. ലൈക്ക് 830 mm അഡ്വഞ്ചർ എസ്, അതായത് ഈ സ്പോക്ക് വീൽസ് വരുന്ന വേരിയൻറ്റിൻ്റെ സീറ്റായിട്ട് വരുന്നത്. എനിക്ക് കുഴപ്പമില്ല, നല്ല പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സീറ്റ്സൊക്കെ വൈഡർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കംഫർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇവിടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ടുണ്ട്, അങ്ങോട്ടൊന്ന് എടുത്തു പോകാം. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് കൊള്ളാമല്ലോ, നല്ല സ്മൂത്താണല്ലോ. ഞാൻ ഈ ഡ്യൂക്ക് 390 ഓടിച്ചായിരുന്നു. അപ്പോൾ ഡ്യൂക്ക് 390ൻ്റെ കുറച്ചുകൂടി ഒന്ന് ലൈക്ക് ഒരു ജേർക്ക് ഫീലിംഗ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടി സ്മൂത്തറാണ് കേട്ടോ. പിന്നെ ആ 390യുടെ ആ പെർഫോമൻസും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ആക്സിയൽ ബ്രേക്സാണ്, ആക്സിയൽ മൗണ്ടഡ് ആയിട്ടുള്ള ബ്രേക്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രസീവ് ബ്രേക്കിങ്ങാണ് കിട്ടുന്നത്. റേഡിയൽ മൗണ്ട് പോലെ അത്ര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ല, ഈവൻ ദോ ഇത് KTMൻ്റെ ബൈക്കായാൽ പോലും. അപ്പോൾ ഇതിൻ്റെ ഹോണൊന്ന് സീനാണല്ലോ. നമുക്ക് ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ ജസ്റ്റ് ഒന്ന് നോക്കാം.
ക്രൂസ് കൺട്രോൾ കുറച്ചുകൂടി സ്പീഡൊന്ന് ഗെയിൻ ചെയ്യട്ടെ. ഓക്കെ 45. ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നില്ല. ക്രൂസ് കൺട്രോൾ ഓൺ. ടാപ്പ് ചെയ്യുന്നു. 58 കിലോമീറ്റർ. ഓക്കെ 58 കിലോമീറ്റേഴ്സിൽ ലോക്ക്ഡാണ്. ഞാൻ ത്രോട്ടിൽ അപ്ലൈ ചെയ്യുന്നില്ല. കാണാമല്ലോ, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. കോർണറിങ് സ്റ്റെബിലിറ്റി, ഓ മൈ ഗോഡ്, കൊള്ളാമല്ലോ. ത്രോട്ടിലെടുക്കുന്ന ടൈം ഓക്കെ, അത് കട്ടാവുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് ആ സ്പീഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രേക്കിംഗ് കുറച്ചൊന്ന് പ്രോഗ്രസീവാണ്. നമുക്ക് എന്തായാലും ക്രൂസ് കൺട്രോൾ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ രക്ഷയില്ല കേട്ടോ. അതിപ്പോൾ ഡൗൺ ഷിഫ്റ്റ്സ് ആയാലും അപ്പ് ഷിഫ്റ്റ്സ് ആയാലും കിടിലം തന്നെയാണ്. തന്നെ ബ്രേക്കിംഗ് ഷാർപ്പറല്ല, കുറച്ചുകൂടി പ്രോഗ്രസീവാണ്. ആ ഒരു സസ്പെൻഷന് ഡാമ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിന് വേറെ ഒരു മെയിൻ തിങ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊന്ന് അറ്റൻഷൻ സീക്കിംഗ് ആണ്. ബിക്കോസ് ഈ ബൈക്ക് അധികം ഒന്നും റോഡിൽ കാണുന്നില്ല. എല്ലാവരും കാണുമ്പോൾ വിചാരിക്കുന്ന മേ ബി ലൈക്ക് ഇതൊരു സൂപ്പർ ബൈക്ക് പോലെയാണ് എല്ലാവരെയും തോന്നുന്നത്. ബിക്കോസ് അതേപോലെ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് റോഡിൽ ഓടിക്കുന്ന ടൈം. പിന്നെ കാണാമല്ലോ, അത്യാവശ്യം കുറച്ചൊന്ന് വൈഡറായിട്ടുള്ള ഹാൻഡിൽ ബാർസാണ്. നല്ല സ്മൂത്തായിട്ട് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ചെറിയൊരു പുള്ള് തരില്ല. ഇൻഡിക്കേറ്റർ വെച്ചേക്കാണല്ലോ. ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ പോകുമോ? ഇത്ര ഗ്യാപ്പിൽ പോകും. ഓ മൈ ഗോഡ്, പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് കുറച്ചൊന്ന് പ്രോഗ്രസീവാണ്. ഭയങ്കര ഷാർപ്പറല്ല. സസ്പെൻഷൻ ഡാമ്പിംഗ് ഒക്കെ അത്യാവശ്യം ഓക്കെയാണ്. ഇപ്പോൾ കറൻ്റ് ഇതിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. നമുക്ക് കംപ്രഷന് റീബൗണ്ടും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. റൈഡിൽ തന്നെ ഓൾമോസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് 30 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ, 30 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. നമുക്കിവിടെ നിന്ന് ഒരു യൂട്ടേൺ എടുത്ത് ഗ്രൗണ്ടിലോട്ട് പോയാലോ? കൊള്ളാം കേട്ടോ, നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹാൻഡിൽ ബാസിലും ഫുഡ് പെക്സിലും മെയിനായിട്ട് നന്നായിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു സിംഗിൾ സിലിണ്ടർ ബൈക്കാണ്, ഹൈ കംപ്രഷൻ റേഷ്യോ ഉള്ള 399cc. അപ്പോൾ ആ വൈബ്രേഷൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. അല്ലാണ്ട് കംപ്ലീറ്റ് സ്മൂത്താക്കി കിട്ടുകയൊന്നുമില്ല. മേ ബി ലൈക്ക് ഈ ഒരു പവറോടെ തന്നെ. എക്സ്പൾസുമായിട്ട് വീണയിൽ ഇപ്പോൾ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ തരാം. എക്സ്പൾസ് പുള്ളിക്കാരൻ യെസ് ഓക്കെ, എക്സ്പൾസിനെക്കാട്ടി നല്ല ഹൈറ്റ് ഉണ്ട്. ഹാൻഡിൽ ബാർസ് ഒക്കെ വൈഡറാണ്. കൊള്ളാം. ഇതിൽ പിന്നെ ഫ്രണ്ടിൽ വരുന്ന 21 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സ്. അത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ആണ്, ട്യൂബ്ലെസ് ടയേഴ്സ് വിത്ത് സ്പോക്ക് വീൽസ് വരുന്നത്. ഒരു അഡ്വഞ്ചർ, ഒരു പ്രോപ്പർ ഓഫ് റോഡിങ്ങിന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് KTM ഇത്തവണ ഈ ബൈക്ക് എൻജിനീയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പ്രോപ്പർ ഒരു ഡാക്കാർ സ്പെക്കിൻ്റെ ഒരു ലുക്ക് വൈസ് ഒരു മോഡൽ. പഴയ അഡ്വഞ്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ഇതിൻ്റെ KTMൻ്റെ DNA മാത്രമാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റോഡിൽ കൊടുക്കുന്ന ടൈം ഇതിന് അത്യാവശ്യം കയറി പോകുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ് നമ്മൾ ഓഫ് റോഡ് മോഡിലാണ് റൺ ചെയ്യുന്നത് കേട്ടോ. അത് പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ലൈക്ക് വേറെ സ്ട്രീറ്റ് ആൻഡ് റോഡ് മോഡും കൂടെ ഉണ്ട്. അതിൽ കുറച്ചുകൂടെ ABSൻ്റെ ഇൻ്റർവെൻഷൻസൊക്കെ കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആയിരിക്കും കമ്പയറിങ് ടു ദി ഓഫ് റോഡ്. രാവിലെ തന്നെ ട്രാഫിക് ആണല്ലോ. ഹീറ്റിംഗ് പ്രതീക്ഷിക്കണം. കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു ലോ റൈഡ്സിൽ തന്നെ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ ചൂടിലും കൂടെ ആയതുകൊണ്ട് ഹീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ട്രാക്റ്റബിലിറ്റി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നോക്കിംഗ് ഉണ്ട്.
4th ഗിയർ 26. കുഴപ്പമില്ല, അത്യാവശ്യം നോക്കിംഗ് ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തവണ ഇതിൽ ക്രാബ് ബാക്ക് എന്ന് പറയുന്ന ഫീച്ചറാണെന്ന് തോന്നുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിമിലർ ടു നമ്മുടെ TVSലെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി സിമിലറാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചെറിയ സ്പീഡ്സിലായപ്പോലും നോക്കിങ് അധികം എക്സ്പെക്റ്റ് വരുന്നില്ല. കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതും ഈ 399cc എൻജിൻ, അത് നല്ലൊരു കാര്യമാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാം. വാവ്, പക്ഷേ ഇവിടെ ലോക്ക്ഡൗൺ അല്ല, അപ്പുറത്തോടെ വരേണ്ടി വരും. വാവ്, ടയറൊക്കെ സ്പിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. അത്യാവശ്യം ഈസി ആയിട്ട് പോകുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ലല്ലോ. ഒരു വീൽ സ്പിന്നൊക്കെ കിട്ടുമോ? ഫൺ റൈഡിങ് തന്നെ. ടയേഴ്സ് ലോക്ക് ചെയ്യാൻ പറ്റും ABS സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. കൊള്ളാം. ടയേഴ്സ് സ്പിന്നിങ് ഒക്കെ കിട്ടുന്നുണ്ട്, കൊള്ളാമല്ലോ. വാവ്, പ്യുവർ ഫണ്ണാക്കാമല്ലോ. ഫാനൊക്കെ ഓൺ ആയിട്ടുണ്ട്, പിന്നെ ഓഫ് ചെയ്ത ടൈം ആ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, പുതിയ അഡ്വഞ്ചറസ്, ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഓഫ് റോഡിന് വേണ്ടിയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും ഈ ഒരു ബൈക്ക്. എൻ്റെ മിറേഴ്സ് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്, ഡൊമിനാറിൻ്റെ മിറേഴ്സ് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. കൊള്ളാം, ലുക്ക് വൈസ് ആയാലും ആ ഡാക്കാർ റാലി ബൈക്കിനെ പോലത്തെ തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ കാണാമല്ലോ, LED പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്, 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ LED ഹെഡ്ലൈറ്റ്സ് ഐ മീൻ ഒരു ലൈറ്റ് ത്രോ കിട്ടുന്നതായിരിക്കും. ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട കേട്ടോ. ഫ്രണ്ടിൽ ഈ ഒരു ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇത് എയറോ വിങ്ങിൽ കുറച്ചുകൂടി എയറോഡൈനാമിക് ആക്കാനാണ്. മേ ബി ലൈക്ക് ഹൈ സ്പീഡ്സ് പോകുന്ന ടൈം കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു എയർ ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. എയറിനെ ഡിഫ്ലക്റ്റ് ചെയ്ത രീതിയിൽ. ബീക്കൊക്കെ അത്യാവശ്യം നല്ല വലുതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മഡ് ഗാർഡായിട്ട് ഇവിടെ ചൂസ് ചെയ്യാം, അതൊരു എക്സ്ട്രാ പാർട്ട് പോലെയാണ്. മേ ബി ലൈക്ക് കിടില മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു എക്സ്ട്രാ ആക്സസറി പോലെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. പിന്നെ കാണാമല്ലോ, കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ടെയിൽ ലൈറ്റ്സ് നമ്മൾ അഡ്വഞ്ചർ Xൽ കണ്ടതുപോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടെയിൽ ലൈറ്റ്സാണ്. കൊള്ളാം. പിന്നെ റിയർ സൈഡ് വരുന്ന 130 സെഷൻ്റെ ടയേഴ്സാണ് അപ്പോളോടെ തന്നെ. ഫ്രണ്ടിൽ ഒരു 100 അല്ലേ, ഐ തിങ്ക് 100 എന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ 90 ആണോ? യെസ്, 90 ആണ്. ഭയങ്കര ചെറുതാണ്, ലൈക്ക് ഹിമാലയം പോലെയാണ്. ഓക്കെ, ഫ്രണ്ടിൽ 90 സെഷൻ, റിയർ സൈഡ് 130 സെഷൻ. കൊള്ളാം. പിന്നെ എൻജിൻ കാണാമല്ലോ, LC4C ലിക്വിഡ് കൂൾഡ് 4 വാൽവ് കോമ്പാക്റ്റ് ആയിട്ടുള്ള എൻജിൻ, 398.63cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ്, ഒരു 46 bhp, 39 Nm ഓഫ് ടോർക്കും. ഫ്രണ്ടിൽ ഒരു 320mm ഡിസ്ക് റോട്ടേഴ്സ് വിത്ത് ബൈബ്രേക്ക് കാലിപ്പേഴ്സ്, ആക്സിൽ മൗണ്ടഡ് ആണ്. റിയർ സൈഡും ഒരു 240mm ഡിസ്ക് റോട്ടേഴ്സാണ്, ബൈബ്രയുടെ കാലിപ്പേഴ്സാണ്. കൊള്ളാം. ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കിടിലായിട്ടുണ്ട് കേട്ടോ. പഴയ KTMൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ലൈക്ക് കംപ്ലീറ്റ്ലി സുപ്രീം ക്വാളിറ്റിയാണ്. അതിലൊന്നും ഒരു മാറ്റമില്ല പറയുന്ന കാര്യത്തിൽ. പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ഫ്രണ്ടിലും റിയർ സൈഡിലും. റിയർ സസ്പെൻഷൻ കുറച്ചുകൂടി ഒന്ന് സൈഡ് മൗണ്ടഡ് ആണ്, ലൈക്ക് സെൻറ്റർ മൗണ്ടഡ് അല്ല.
നമ്മുടെ ഡ്യൂക്ക് 390 കണ്ടതുപോലെ, ഐ മീൻ അതേപോലെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഫ്രണ്ടിലൊരു 30 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻസാണ് വരുന്നത്. അത്യാവശ്യം കിടിൽ ലുക്കാണ്. പിന്നെ ഇത് കാണല്ലോ 1390 സൂപ്പർ അഡ്വഞ്ചർ 1390 ഇവോ എസോ, ആ ഐസ് ഇവോണോ ഇവോസ് ആണോ അതിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ DRLs ഒക്കെ വരുന്നത്. പറയുമ്പോൾ ലൈക്ക് ഒരു 1390 ഒരു കുട്ടി അനിയൻ പോലെയൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ആ ലുക്ക് വൈസിലൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്, കാണാനൊക്കെ അത് കിടിലാണ്. പിന്നെ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്, ടൂറിങ്ങിനൊക്കെ വേണ്ടി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കൊള്ളാം. പിന്നെ ഓഫ്കോഴ്സ് ടൂറിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ മെയിൻ തിങ് ആയിട്ടുള്ള ഈ സാരികടൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ഫുഡ് പാക്സ് കാണാമല്ലോ, ടൂറിങ് ടൈം ആണെങ്കിൽ ഈ ഒരു റബ്ബർ ബുഷ് വേണ്ടി വരും. ഓഫ് റോഡിലോട്ട് ഇറങ്ങുന്ന ടൈം ഈ റബ്ബർ ബുഷ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു ഗ്രിപ്പൊക്കെ കിട്ടുന്നതായിരിക്കും. കൊള്ളാം, നല്ല ഗ്രിപ്പ്, ഐ മീൻ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ഒരു ഏരിയയിലും. പിന്നെ ഒരു ക്രാഷ് ഗാർഡ് സ്ലൈഡറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, കൊള്ളാമല്ലോ. പിന്നെ ഫുഡ് ഐ മീൻ ഗിയർ ഷിഫ്റ്റിൻ്റെ നോബൊക്കെലേക്ക് പണ്ടത്തെ പോലെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകില്ല, ബിക്കോസ് ആ ഒരു ബ്രിട്ടിലായിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ ഐ മീൻ ഒരു മെറ്റീരിയലൊക്കെ മാറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവേഴ്സൊക്കെ കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിളാണ്. കൊള്ളാം. ഇവിടെ ഒരു ടൈപ്പ് സി, ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് സി ചാർജിങ്ങിൻ്റെ ഇത് കാണുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോൾ ഓൾമോസ്റ്റ് സിമിലർ ടു അഡ്വഞ്ചർ എക്സ് ആണ്. ഇല്ല, ലൈക്ക് റൈഡിങ് മോഡ് മാത്രം ഞാൻ കാണിച്ചു തരാം. റൈഡ് മോഡ് വരുമ്പോൾ ഓഫ് റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്, സ്ട്രീറ്റ് ഉണ്ട്, റെയിനും ഉണ്ട്. പിന്നെ കാണാമല്ലോ ഇത് കംപ്ലീറ്റ്ലി ഡ്യൂക്ക് 390 പോലെയൊക്കെ സിമിലറാണ്. ഓൾമോസ്റ്റ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഐ മീൻ എല്ലാ വണ്ടിയുടെ ഫങ്ഷൻസും എല്ലാ സംഭവവും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു 21 ഇഞ്ചിൻ്റെ ഫ്രണ്ട് അലോയ് വീൽസ്, ലൈക്ക് ട്യൂബ്ലെസ് ടയേഴ്സാണ്. അതുകൊണ്ട് ഓഫ് റോഡ് പോകുന്ന ടൈം ഈവൻ പഞ്ചറായാൽ പോലെ ഒരു പഞ്ചർ കിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് തന്നെ പഞ്ചറൊക്കെ ഒടിച്ച് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാനായിട്ട് എന്തോ സീറ്റ്സ് നോക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിളാണ്. വൈഡറായിട്ടുള്ള സീറ്റ്സ് ഉണ്ട്, നല്ല ലോങ്ങർ ആയിട്ടുള്ള സീറ്റ്സ് കൂടെയാണ്. ഒരു അഡ്വഞ്ചർ ബൈക്കിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് സീറ്റ് വരുന്നുണ്ട്. സീറ്റ് ആയിട്ടും അത്യാവശ്യം ലോവറാണ്. 830 മാത്രമേ വരുന്നുണ്ടല്ലോ ഈ ഒരു അഡ്വഞ്ചേഴ്സിൽ. ഓടിച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബൈക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു രക്ഷയില്ല. പറയാൻ ചെറിയൊരു പ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ്, ലൈക്ക് നമ്മളെ തന്നെ പ്രാന്തായിക്കളെ. പിന്നെ എൻ്റെ ബ്രേക്കിങ്സ് ലൈക്ക് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. ലൈക്ക് 390 പോലെയുള്ളൊരു ഷാർപ്പർ ബ്രേക്കിംഗ് അല്ല, എന്നാലും ബ്രേക്കിൻ്റെ കാര്യം കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട്. പ്രോപ്പർ അറ്റൻഷൻ ഗ്രാബറാണ്. കോളേജിൽ പോകുന്ന എല്ലാവരുടെയും രാവിലത്തെ ടോക്ക് ഇതായിരിക്കും മേ ബി. നമ്മുടെ ഗ്രൗണ്ടിൽ ആരുടെ അവരുടെ റിവ്യൂ ചെയ്തതെന്ന്. കൊള്ളാം കേട്ടോ. ഓറഞ്ചൊക്കെ കിട്ടില്ല, ക്വാളിറ്റി ആണല്ലോ, പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കൊള്ളാം കേട്ടോ. ഇതെന്തോ എഴുതിക്കുന്നത് എയർ ബോക്സ് ആക്സസ്, ഓക്കെ എയർ ബോക്സ് ഇവിടെയാണ്. പിന്നെ ഇതിൽ KTM പ്രൂവ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇത് അഥവാ നിങ്ങൾ വെള്ളത്തിലൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സോസ് സൈഡ് മൗണ്ടഡ് അല്ലേ. അപ്പോൾ കുറേ പേർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട്, ലൈക്ക് വെള്ളം ഇതിലേക്കൂടെയൊക്കെ കയറി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ആ ഡൗട്ടൊക്കെ കംപ്ലീറ്റ്ലി KTM തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും വെള്ളമൊന്നും കയറി പോകത്തില്ല, ബിക്കോസ് അതിന് വേണ്ടിയിട്ടുള്ള എൻജിനീയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മേ ബി ലൈക്ക് ഒരു 400 മില്ലിമീറ്റർ വരെയൊക്കെ ഉള്ളൊരു ലെങ്ത്തിൽ വാട്ടർ സെറ്റ് ചെയ്തിട്ട് KTM തന്നെ ഓടിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എക്സോസ് ഡിസൈനൊക്കെ അതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളം അതേപോലെ കയറി എഞ്ചിനിലോട്ടൊന്നും പോകത്തില്ല. അത് കംപ്ലീറ്റ്ലി KTMൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓടോ കോളേജിലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബൈക്ക്. പിന്നെ എനിക്കും അധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലുക്ക് വൈസൊക്കെ ഒരു രക്ഷയില്ല. ഇപ്പോൾ സെഗ്മെൻറ്റിലല്ല, ഈ ഒരു സീരീസ് സിംഗിൾ സിലിണ്ടർ സീരീസ് തന്നെ വേറെ ഒരു ബൈക്ക് ഇതിൻ്റെ അത്ര ലുക്ക് വരുന്നില്ല. പെർഫോമൻസ് അതേപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുതിയ അഡ്വഞ്ചറസ് ഓടിക്കാനൊക്കെ നല്ല ഈസിയാണ്, കാണുന്ന പോലെയൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം റോഡിലോട്ടൊക്കെ. പിന്നെ മെയിൻലി ഞാൻ പെട്ടെന്ന് കണ്ട ഒരു പ്രോബ്ലമാണ് ഇതിൻ്റെ ഹോൺ. ലൈക്ക് ഇതിൻ്റെ പെട്ടെന്ന് എൻ്റെ കൈ പോകുന്ന ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടണിലോട്ടാണ്. അതൊരു പ്രോബ്ലമായിട്ട് പെട്ടെന്ന് നോക്കില്ല, മേ ബി ലൈക്ക് ആദ്യമായിട്ട് ഓടിച്ച് വന്ന ഒരു ഫീൽ ആയതുകൊണ്ടോ. ഹോണിലോട്ട് പോകുന്നതിന് പറയാൻ എൻ്റെ കൈ പോകുന്ന ഇപ്പോൾ ഒരു പ്ലസ് ബട്ടണിലോട്ടാണ്. ന്യൂട്രൽ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണല്ലോ. വരൂ
ഓക്കെ മേ ബി ലൈക്ക് നമ്മൾ കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ന്യൂട്രൽ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് വരുള്ളൂ. അങ്ങനെ ബൈക്കിൽ ചില ബൈക്കിലൊക്കെ അങ്ങനെയുണ്ട്. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 14.5 ലിറ്റേഴ്സ് സംതിങ് ആണ്. ഒരു മെറ്റൽ ടാങ്കാണ് വരുന്നത്. കൊള്ളാം. 5 4 3 2 1. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് KTM കയറാം. കണ്ടില്ലേ, ഇത് ഈസിലി മാനേജബിളായി. തിരിച്ച് KTM എത്തിയിട്ടുണ്ട്. കൊള്ളാം, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പ്ലസ് ഒരു ലോഞ്ചിൻ്റെയൊക്കെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.